നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ പ്രസിഡന്റും സീറോ മലബാർ ലിറ്റർജി കമ്മീഷന്റെ സെക്രട്ടറിയുമായ റവറൻ ഡോക്ടർ പോളി മണിയാട്ടച്ചൻ 2023 സെപ്റ്റംബറിലെ കാരുണ്യകൻ മാസികയിൽ സീറോ മലബാർ സഭയുടെ നവീകരിക്കപ്പെട്ട കുർബാന എന്ന ശീർഷകത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. 2021 പ്രസിദ്ധീകരിക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാനക്രമത്തിൻ്റെ ചരിത്രവും സവിശേഷതകളും വിശദീകരിക്കുന്ന ഒരു ലേഖനമാണിത്. ഈ കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി വിശദീകരിച്ചതിന് ആദ്യമേ തന്നെ ലേഖകനോട് നന്ദി പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് സുപരിചിതമായ വിവരങ്ങളാണ് അതിൽ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. എങ്കിലും അതിൽ പ്രതിപാദിക്കേണ്ടിയിരുന്നതും എന്നാൽ വളരെ ബോധപൂർവം വിട്ടുകളഞ്ഞതുമായ ചില ചരിത്ര വസ്തുതകൾ വിശദീകരിച്ചില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങൾ എന്തുകൊണ്ട് കുർബാന അർപ്പണത്തിലെ ഏകീകൃത രീതിയോട് മുഖം തിരിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകും. അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. കുർബാനക്രമത്തിലെ ഐക്യരൂപം എന്ന നിർദ്ദേശം 2021 തക്സയിൽ പുതുതായി കൂട്ടിച്ചേർത്തതോ 2020 സിനഡിൽ തീരുമാനമെടുത്തതോ അല്ലെന്ന് അദ്ദേഹം പറയുന്നു. മറിച്ച് 1998 മൗണ്ട് സെയിന്റ് തോമസിൽ വെച്ച് നടന്ന സീറോ മലബാർ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടതാണ് ഇത് എന്ന് അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ അസംബ്ലി പ്രസിദ്ധീകരിച്ച നടപടിക്രമങ്ങളുടെ ഗ്രന്ഥത്തിൽ ഐക്യരൂപം നല്ലതാണെങ്കിലും ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തി പൊതുധാരണയിൽ എത്തിച്ചേരുന്നതുവരെ ഓരോ രൂപതയിലും അനുവർത്തിച്ചു പോരുന്ന രീതി അൾത്താരാഭിമുഖം, ജനാഭിമുഖം, 50-50 ഫോർമുല എന്നിവ അങ്ങനെ തന്നെ തുടരുന്നതാണ് ഉചിതം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. തന്നെയുമല്ല, അസംബ്ലിയുടെ സമാപന സമ്മേളനത്തിൽ കർദിനാൾമാർ വർക്കി വിധേയത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: ഐക്യരൂപത്തെപ്പറ്റി വ്യക്തമായ ധാരണകൾ ഉണ്ടാകുന്നതുവരെ നിലവിലുള്ള സ്ഥിതിവിശേഷണം തുടരണമെന്നാണ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. സിനഡ് അനുശാസിക്കുന്ന ഏകീകൃത കുർബാന സീറോ മലബാർ സഭയിലെ 34 രൂപതകളിൽ 33 സ്വീകരിക്കപ്പെട്ടുവെന്ന് ലേഖനകർത്താവ് എഴുതുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഇനിയും നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പരാതിപ്പെടുന്നു. സഭയിൽ ജനാധിപത്യപരമായിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർ തന്നെ ഈ കാര്യത്തിൽ ജനാധിപത്യ മാതൃക പിൻചെല്ലുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഏകീകൃത മാതൃക സ്വീകരിച്ച മറ്റ് രൂപതകളിലെ, പ്രത്യേകിച്ച് 20 രൂപതകളിലെ മൊത്തം വിശ്വാസികളുടെ സംഖ്യ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ളതിനേക്കാൾ താഴെയാണെന്ന് നമുക്ക് ഓർക്കാം. വിശ്വാസികളുടെ എണ്ണം കൂടുതലുള്ള തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്, താമരശ്ശേരി, മാനന്തവാടി എന്നീ രൂപതകളിൽ ഈ രീതി എത്രത്തോളം സ്വീകരിക്കപ്പെട്ടുവെന്ന് നമ്മൾ അന്വേഷിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വീകരിക്കപ്പെടുകയല്ല അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായതെന്ന്. കുർബാന പുസ്തകം നവീകരിച്ചപ്പോൾ എടുത്ത ആക്ഷൻ പ്ലാനിനെ പറ്റി മണിയാട്ടച്ചൻ വിശദമായി എഴുതുന്നു. 1996-98 കാലഘട്ടത്തിൽ നവീകരണത്തെപ്പറ്റി തീക്ഷ്ണമായ ചർച്ചകളും പഠനങ്ങളും നടന്നു. വ്യത്യസ്ത ചിന്താധാരകളെ കണക്കിലെടുത്തുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു അവയെന്ന് അച്ഛൻ പറയുന്നുണ്ട്. കുർബാന തക്സ, കൂദാശകൾ, മറ്റ് ആരാധനക്രമ പുസ്തകങ്ങൾ എന്നിവ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുവർത്തിച്ചു പോരേണ്ട നടപടിക്രമങ്ങളെപ്പറ്റി സിനഡ് എടുത്തിട്ടുള്ള നയങ്ങൾ പാലിച്ചുകൊണ്ടാണ് 2021 കുർബാന തക്സ സംബന്ധിച്ച തീരുമാനം എടുത്തതെന്നും അച്ഛൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് 2021 കുർബാനക്രമം എല്ലാവർക്കും സ്വീകാര്യമാകേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ എറണാകുളംകാർ മാത്രം അതിനോട് മറുതലിക്കുന്നതിനെ പ്രതി അച്ഛൻ ഇവിടെ വിലപിക്കുന്നുണ്ട്. എന്നാൽ ഇതാണോ യഥാർത്ഥത്തിലുള്ള സത്യം? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളത്തെ വൈദികരും വിശ്വാസികളും 2021 കുർബാനക്രമത്തെ
പൂർണ്ണമായി സ്വീകരിച്ചവരാണ്. ഈ തക്സ തന്നെയാണ് 2021 നവംബർ മുതൽ എറണാകുളത്ത് ഉപയോഗിച്ച് പോരുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മണിയാട്ടച്ചൻ ബോധപൂർവം മറച്ചു വെക്കുന്ന ഒരു സത്യമുണ്ട്. ഈ സത്യത്തോടുള്ള പ്രതികൂല സമീപനങ്ങളെയാണ് എറണാകുളം എന്നും എതിർക്കുന്നത്. തക്സയുടെ ഡ്രാഫ്റ്റ് ലേഖനകർത്താവ് പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ പാലിച്ച് ചർച്ചകൾക്ക് വിധേയമാക്കിയപ്പോൾ ഏകീകൃത കുർബാന അല്ലെങ്കിൽ 50-50 ഫോർമുല എന്ന ആശയം അതിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതിനെപ്പറ്റി അറിഞ്ഞതുമില്ല. ചർച്ച ചെയ്ത് തീരുമാനിച്ച ടെക്സ്റ്റ് റോമിലേക്ക് അംഗീകാരത്തിനായി അയച്ചപ്പോൾ പോലും ഇക്കാര്യം തക്സയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. റോമിൻ്റെ അംഗീകാരം ലഭിച്ച ടെക്സ്റ്റിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് കുർബാന തക്സയിലെ പൊതുനിർദ്ദേശങ്ങൾ. പ്രത്യേകിച്ച് നമ്പർ 7 കാണുന്നത് അതിപ്രകാരമാണ്: കാർമ്മികൻ കുർബാനയുടെ ആരംഭം മുതൽ മധുബഹ പ്രവേശന പ്രാർത്ഥന വരെയുള്ള ഭാഗം ജനാഭിമുഖമായും, കൂദാശക്രമ അനാഫുറ ഭാഗത്തിൻ്റെ ആരംഭം മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം ആരാധനാ സമൂഹം നിൽക്കുന്ന അതേ ദിശയിൽ തന്നെ ബലിപീഠത്തിന് അഭിമുഖമായും, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും അർപ്പിക്കുന്നു. മാത്രമല്ല, ഈ ഭാഗം ചർച്ചയ്ക്ക് നൽകാതിരുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് 1999 സിനഡിൽ ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനം 2020 ബാധകമാണെന്നും അംഗീകാരം നേടിയെടുക്കുന്നതിന് മറ്റൊരു തെറ്റുകൂടി ഇവിടെ ചെയ്തു. 2021 ജൂലൈ 3 മാർപ്പാപ്പയെ കൊണ്ട് ഒരു കത്ത് എഴുതിച്ചു. അതിൽ ഗുരുതരമായ ഒരു തെറ്റായ ഒരു പ്രസ്താവന കടന്നുകൂടിയിരുന്നു. ഏകീകൃത രീതി ഏതു വിധേനയും നടപ്പാക്കിയെടുക്കുന്നതിനായി ചിലർ നടത്തിയ ശ്രമങ്ങളിലൂടെ അദ്ദേഹം പരിശുദ്ധ പിതാവ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നത് സത്യമാണ്. മാർപ്പാപ്പയുടെ കത്തിൽ ചേർക്കപ്പെട്ട ഈ തെറ്റായ പരാമർശത്തിൽ നിന്ന് തന്നെ ഇത് വ്യക്തവുമാണ്. ആ പ്രസ്താവന ഇപ്രകാരമാണ്: 1999 സിനഡ് എടുത്ത തീരുമാനം തുടർ വർഷങ്ങളിലെ സിനഡുകളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണെന്ന് ആ പ്രസ്താവനയിൽ കാണുന്നു. വാസ്തവത്തിൽ 1999 2020 ഇടയ്ക്ക് 30 പരം സിനഡുകളിൽ ഒന്നിൽ പോലും 1991 തീരുമാനം ചർച്ച ചെയ്യുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. സത്യത്തിനും നീതിക്കും നിരക്കാത്ത രീതിയിൽ ഏകീകൃത കുർബാന സഭയിലാകമാനം നടപ്പാക്കാൻ ശ്രമിച്ച അധാർമികതയാണ് എറണാകുളം അതിരൂപത ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ നവീകരിക്കപ്പെട്ട കുർബാന തക്സയെ അല്ല. വാസ്തവത്തിൽ തക്സയുടെ നവീകരണത്തെപ്പറ്റി എറണാകുളത്തിന് പൊതുവിൽ പരാതികളില്ലതാനും. എറണാകുളംകാർ വളരെ മുൻപേ ആവശ്യപ്പെട്ടു പോർന്ന ചില നവീകരണ നിർദ്ദേശങ്ങൾ 2021 തക്സയിൽ ഉൾച്ചേർത്തതുകൊണ്ട് എറണാകുളം സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്തു. ഉദാഹരണത്തിന്, 3-ാം പ്രമാണ ജപത്തിൽ നെസ്തോറിയസിന്റെ അനാഫറയിൽ നിന്ന് കടമെടുത്ത ഭാഗം ഒഴിവാക്കിയതും 4-ാമത്തെ പ്രമാണ ജപത്തിന്റെ ദൈർഘ്യം കുറച്ചതും മറ്റും ഗുണകരങ്ങളായ മാറ്റങ്ങളായാണ് എറണാകുളം അതിരൂപതാംഗങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എറണാകുളം അതിരൂപതയുടെ പ്രശ്നം സഭയോടുള്ള മാർപ്പാപ്പയോടോ പൗരസ്ത്യ സഭാ കാര്യാലയത്തോടോ സിനഡിനോടോ ഉള്ള അനുസരണമില്ലായ്മയോ ഒന്നുമല്ല. ഏകീകൃത രീതി നടപ്പിലാക്കാൻ സ്വീകരിച്ച അധാർമിക നടപടിക്രമങ്ങളെയാണ് എറണാകുളം എന്നും എതിർത്തു പോരുന്നത്. ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഏകീകൃത രൂപം ഒരിക്കലും സിറോ മലബാർ സഭയിൽ നടപ്പാക്കപ്പെടുകയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് ഒരു ന്യായീകരണക്കാരൻ്റെ പരിവേഷമണിഞ്ഞ് മണിയാട്ടച്ചൻ തൻ്റെ ലേഖനത്തിൽ വലിയ ഒരു തെറ്റ് സംഭവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്.